അഞ്ചാം ക്ലാസ്സിലെ ഒന്നാം പാഠമായ ലൈൻസ് ആൻഡ് സർക്കിൾസ് വരകളും വട്ടങ്ങളും എന്ന പാഠത്തിലെ 20-ാം പേജിലെ പ്രവർത്തനങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ആദ്യത്തെ ചിത്രം വരയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ആദ്യം ഒരു സ്ക്വയറാണ് വരയ്ക്കേണ്ടത്. ഒരു സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് ഒരു ലൈൻ വരയ്ക്കുക. ഈ ലൈനിൽ 6 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര വരയ്ക്കുക. നമുക്കറിയാം സ്ക്വയറിൻ്റെ വശങ്ങളുടെ നീളം തുല്യമാണ്. ഒരു സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് സ്ക്വയർ പൂർത്തിയാക്കുക. ഇപ്പോൾ നമ്മൾ ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു സമചതുരം പൂർത്തിയാക്കിയിട്ടുണ്ട്. അടുത്തതായി സ്കെയിൽ ഉപയോഗിച്ച് ഓരോ വശങ്ങളുടെയും മിഡിൽ പോയിൻ്റ് അടയാളപ്പെടുത്തുക. ഇവിടെ ഓരോ വശത്തിൻ്റെ നീളം 6 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ മിഡിൽ പോയിൻ്റ് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓരോ വശത്തിൻ്റെയും സെൻറ്റർ പോയിൻ്റ് അടയാളപ്പെടുത്തുക. അടുത്തതായി ഒരു കോമ്പസ് നമ്മുടെ സ്ക്വയറിൻ്റെ ഒരു മൂലയിൽ കുത്തുക. അതിൻ്റെ നീളം ഒരു സൈഡിൻ്റെ പകുതി അല്ലെങ്കിൽ സെൻറ്റർ പോയിൻ്റ് വരത്തക്ക രീതിയിൽ എടുത്തതിന് ശേഷം ഒരു ആർക്ക് വരയ്ക്കുക. വീണ്ടും അടുത്ത മൂലയിൽ കുത്തിയതിന് ശേഷം അടുത്ത ആർക്ക് വരയ്ക്കുക. രണ്ടാമത്തെ ചിത്രം വരയ്ക്കാം. അതിനായി വീണ്ടും നമുക്കൊരു സ്ക്വയർ വരയ്ക്കേണ്ടതുണ്ട്. സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് ഒരു ലൈൻ വരയ്ക്കുക. ഒരു സ്ക്വയർ വരയ്ക്കാൻ 6 സെൻറ്റിമീറ്റർ നീളമുള്ള മറ്റൊരു ലൈൻ വരയ്ക്കുക. സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് സ്ക്വയർ പൂർത്തിയാക്കുക. അടുത്തതായി വശങ്ങളുടെ മിഡിൽ പോയിൻ്റ് അടയാളപ്പെടുത്തുക. ഇവിടെ വശങ്ങളുടെ നീളം 6 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് മിഡിൽ പോയിൻ്റ് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഒരു പെൻസിൽ ഉപയോഗിച്ച് ഈ ലൈനുകൾ കൂട്ടിയോജിപ്പിക്കുക. അടുത്തതായി നമുക്കൊരു സർക്കിൾ വരയ്ക്കണം. ആ സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് നമ്മുടെ സ്ക്വയറിൻ്റെ സെൻറ്ററാണ്. റേഡിയസ് എന്ന് പറയുന്നത് സെൻറ്ററിൽ നിന്ന് നമ്മുടെ സ്ക്വയറിൻ്റെ വശങ്ങളിലേക്കുള്ള നീളമാണ്. ഇതനുസരിച്ച് ഒരു സർക്കിൾ പൂർത്തിയാക്കുക. അടുത്തതായി വശങ്ങളുടെ മിഡിൽ പോയിൻറ്റുകൾ തമ്മിൽ ഒരു ലൈൻ ഉപയോഗിച്ച് യോജിപ്പിക്കുക. മൂന്നാമത്തെ ചിത്രം വരയ്ക്കാം. അതിനായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള നീളത്തിൽ ഒരു ലൈൻ വരയ്ക്കുക. ഞാനിവിടെ 3 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൈനാണ് വരയ്ക്കുന്നത്. അടുത്തതായി ഒരു കോമ്പസ് നമ്മളിപ്പോൾ വരച്ച വരയുടെ ഒരറ്റത്ത് കുത്തിയ ശേഷം അതിൻ്റെ നീളം നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന ലൈനിൻ്റെ നീളമാക്കിയെടുത്ത് ഒരു സർക്കിൾ അല്ലെങ്കിൽ ഒരു വൃത്തം വരയ്ക്കുക. ഇതേപോലെ കോമ്പസ് ആദ്യം വരച്ച വരയുടെ മറ്റേ അറ്റത്ത് കുത്തി മറ്റൊരു വൃത്തവും വരയ്ക്കുക.
ഇപ്പോൾ നമുക്ക് 2 സർക്കിളുകൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് നമ്മൾ വലതുവശത്തെ സർക്കിളിലേക്ക് ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. നമ്മളിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത ലൈൻ രണ്ടാമത്തെ സർക്കിളിൽ വന്ന് മുട്ടിയിട്ടുണ്ട്. ആ പോയിൻറ്റിനെ സെൻറ്ററാക്കി വീണ്ടും ഒരു സർക്കിൾ വരയ്ക്കുക. അടുത്തതായി ഈ നടുവിലുള്ള സർക്കിൾ മറ്റ് സർക്കിളിലെ ഏതൊക്കെ പോയിൻറ്റിൽ കൂട്ടിമുട്ടുന്നുണ്ടോ അവയെല്ലാം യോജിപ്പിക്കുക. ഇപ്പോൾ നമുക്ക് 6 വശങ്ങളുള്ള ഒരു ചിത്രം ലഭിച്ചിട്ടുണ്ട്. അടുത്തതായി ഈ കാണിക്കുന്ന പോലെയുള്ള പോയിൻറ്റുകൾ തമ്മിൽ യോജിപ്പിക്കുക. ഇപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഈ പോയിൻറ്റുകളും യോജിപ്പിക്കുക. അടുത്തതായി നമുക്ക് അവസാന ചിത്രം വരയ്ക്കാം. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കുക. ഞാൻ 4 സെൻറ്റിമീറ്റർ റേഡിയസ് വരുന്ന രീതിയിലാണ് സർക്കിൾ വരച്ചിരിക്കുന്നത്. അതിനുശേഷം ഈ സർക്കിളിൻ്റെ ഡയാമീറ്റർ കൃത്യമായി വരയ്ക്കുക. ഇനി ഈ റേഡിയസിൻ്റെ പകുതി ഭാഗം കണ്ടെത്തുക. ഇവിടെ റേഡിയസ് 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുന്നത്, മിഡിൽ പോയിൻ്റ് എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. മറുവശത്തും ഇതുപോലെ തന്നെ അടയാളപ്പെടുത്തുക. റേഡിയസ് 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ മിഡിൽ പോയിൻ്റ് എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. അടുത്തതായി കോമ്പസ് നമ്മളിപ്പോൾ അടയാളപ്പെടുത്തിയ ആ മിഡിൽ പോയിൻറ്റിൽ വെച്ച് സെൻറ്ററുമായിട്ടുള്ള ദൂരം റേഡിയസ് ആയിട്ടെടുത്ത് ഒരു സർക്കിൾ വരയ്ക്കുക. ഇതേപോലെ അടുത്ത റേഡിയസിൻ്റെ സെൻറ്റർ പോയിൻറ്റിൽ കോമ്പസ് വെച്ച് സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് സർക്കിളിൻ്റെ സെൻറ്ററിലേക്കുള്ള ദൂരം റേഡിയസ് ആയി എടുത്ത് സർക്കിളിൻ്റെ മുകളിലത്തെ ഹാഫിൽ അടുത്ത സർക്കിൾ വരയ്ക്കുക. ഇതോടെ ഈ ക്ലാസ്സുകൾ അവസാനിക്കുകയാണ്. രണ്ടാം പാഠത്തിലെ പ്രവർത്തനങ്ങളുമായി തൊട്ടടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി.